ഗുജറാത്തിൽ 19-കാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ 30-കാരന്റെ അറസ്റ്റ് ചുരുളഴിച്ചത് മറ്റ് 4 കൊലപാതകങ്ങളും. ഒരു മാസത്തിനിടെ വിവിധ സംസ്ഥാനങ്ങളിലായി ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് നടന്ന കൊലപാതകങ്ങളിലാണ് പ്രതിയുടെ പങ്ക് വ്യക്തമായത്. ഹരിയാനയിലെ രോഹ്തക് സ്വദേശിയായ രാഹുൽ കരംവീറാണ് ഈ കേസുകളിലെല്ലാം പ്രതി. 19-കാരിയുടെ മരണത്തിന് പിന്നാലെ നടത്തിയ വ്യാപക തിരച്ചിലിൽ നവംബർ 24-നാണ് രാഹുൽ പിടിയിലാകുന്നത്. 2000-ഓളം CCTV ക്യാമറകളിൽ നിന്നായി നിരവധി ദൃശ്യങ്ങൾ പോലീസിന് തെളിവായി ലഭിച്ചിരുന്നു. ട്രെയിനുകൾ കേന്ദ്രീകരിച്ചാണ് രാഹുൽ കുറ്റകൃത്യങ്ങൾ നടത്തിയിരുന്നത്. സ്ത്രീകളുടെയും ഭിന്നശേഷിക്കാരുടെയും കോച്ചുകളാണ് പ്രധാന ലക്ഷ്യം. ഒറ്റയ്ക്കുള്ള യാത്രക്കാരെ തെരഞ്ഞുപിടിച്ച് നോട്ടമിടും. പിന്നീട് തക്കം കിട്ടുമ്പോൾ ഇവരെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തും. ഇയാൾക്കെതിരെ മോഷണക്കേസും നിലവിലുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലുമൊക്കെ മാറി മാറി താമസിക്കുന്നതിനാൽ ഏറെ പണിപ്പെട്ടാണ് പ്രതിയെ ലോക്കൽ റെയിൽവേ പോലീസ് സംയുക്ത ഓപ്പറേഷനിലൂടെ കുടുക്കിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഗുജറാത്ത് കൂടാതെ കർണാടക, പശ്ചിമ ബംഗാൾ, തെലങ്കാന, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലും പ്രതിക്കെതിരെ കേസുകളുണ്ട്. ഗുജറാത്തിലെ വൽസദ് ജില്ലയിലുള്ള ഉദ്വാദ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു പെട്ടിയിൽ അസ്ഥികൂടം കണ്ടെത്തിയതാണ് രാഹുലിന്റെ കൊടും ക്രൂരതകൾ പുറത്തു കൊണ്ടുവന്നതിന് വഴിവെച്ചത്. നവംബർ 14-നായിരുന്നു ഈ സംഭവം. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന യുവതിയെ രാഹുൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളിൽ രാഹുലിനെ കണ്ട പോലീസ് ഇയാൾക്കായി അന്വേഷണം ആരംഭിച്ചെങ്കിലും വ്യക്തമായ അഡ്രസ് ഇല്ലാത്തതിനാൽ കണ്ടെത്താനായില്ല. യുവതിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ രാഹുൽ റെയിൽവേ സ്റ്റേഷനിലിരുന്ന് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നത് വരെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. മുൻപ് ജോലി ചെയ്തിരുന്ന ഹോട്ടലിൽ നിന്ന് ശമ്പള കുടിശ്ശിക വാങ്ങി മടങ്ങും വഴിയാണ് രാഹുൽ 19-കാരിയെ കാണുന്നതും കൊലപ്പെടുത്തുന്നതും. ഇതിനു മുൻപും ശേഷവുമാണ് മറ്റു കൊലപാതകങ്ങളും. ഞായറാഴ്ച അറസ്റ്റിലാകുന്നതിന് തലേന്നാണ് സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ മറ്റൊരു യുവതിയെ രാഹുൽ കൊലപ്പെടുത്തുന്നതും. ട്രെയിനിൽ വെച്ച് മോഷണ ശ്രമത്തിനിടെയായിരുന്നു ഈ കൊലപാതകം. ഒക്ടോബറിൽ മഹാരാഷ്ട്രയിലെ സോലാപൂർ സ്റ്റേഷനിലും സമാന രീതിയിൽ മറ്റൊരു യുവതിയെ ഇയാൾ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. പിന്നീട് പശ്ചിമ ബംഗാളിലെ ഹൗറ റെയിൽവേ സ്റ്റേഷന് സമീപം കട്ടിഹാർ എക്സ്പ്രസിൽ ഒരു വയോധികനെ ഇയാൾ കുത്തിക്കൊന്നു. കർണാടകയിലെ മുൾക്കിയിലും ഇയാൾക്കെതിരെ കൊലപാതക കേസുണ്ട്. മോഷണക്കേസിൽ ഈ വർഷം ആദ്യമാണ് ജോധ്പൂർ ജയിലിൽ നിന്ന് രാഹുൽ പുറത്തിറങ്ങുന്നത്. ഒരു കുറ്റകൃത്യത്തിന് ശേഷം ഇയാൾ പാർട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന് വഡോദരയിലേക്ക് ട്രെയിനിൽ കയറി. ഒരു കൂസലുമില്ലാതെയാണ് എല്ലാം ചെയ്യുന്നതും. കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ ട്രെയിനുകളിൽ നടന്ന കുറഞ്ഞത് 4 കൊലപാതകങ്ങളിൽ തനിക്ക് പങ്കുണ്ടെന്ന് വെളിപ്പെടുത്തിയ ബോലു കർവീർ ഈശ്വർ ചാട്ട എന്ന രാഹുലിൻ്റെ അറസ്റ്റിനെ തുടർന്ന് വൽസാദ് പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. ഒരു മാമ്പഴത്തോട്ടത്തിൽ വെച്ച് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും ചെയ്ത ശേഷം ജാട്ട് കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്ക് മടങ്ങി. ഒരുപക്ഷെ തൻ്റെ സാധനങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയാണെന്നാണ് റിപ്പോർട്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.